ഒമാനിലെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 6ാമത്തെ ക്യാമ്പസിന് തറക്കല്ലിട്ടു. മസ്കറ്റ് ഗവർണറേറ്റിലെ സി വിലായത്തിലുള്ള സുൽത്താൻ ഹൈതം സിറ്റിയിലാണ് നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ക്യാമ്പസ് നിർമ്മിക്കുന്നത്. ഡോക്ടർ പി മുഹമ്മദ് അലി ചാൻസലർ പദവിയിലുള്ള ഒമാനിലെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 6ാമത്തെ ക്യാമ്പസിനാണ് തുടക്കമാകുന്നത്. ഒമാൻ ഭവന നഗര ആസൂത്രണ മന്ത്രി ഡോക്ടർ ഗൾഫാൻ ബിൻ സയ്യിദ് അൽ ഷുഐലിയാണ് ക്യാമ്പസിന് തറക്കല്ലിട്ടത്. സുൽത്താൻ ഹൈതം സിറ്റിയിൽ നടപ്പാക്കുന്ന ആദ്യത്തെ സർവകലാശാല വികസന പദ്ധതി എന്ന പ്രത്യേകത കൂടി ഈ നിർമ്മിതിക്കുണ്ട്. ഒമാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അൽ ഷിബ്ലി ചടങ്ങിൽ പദ്ധതിയുടെ ത്രിമാന മാതൃകയും ഫലകവും അനാച്ഛാദനം ചെയ്തു. 31,890 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് 31,200 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് പുതിയ ക്യാമ്പസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2,500ഓളം വിദ്യാർത്ഥികളെ ഈ ക്യാമ്പസിന് ഉൾക്കൊള്ളാനാകും. എഞ്ചിനീയറിംഗ്, അഡ്വാൻസ് ടെക്നോളജി കോളേജുകൾ, അത്യാധുനിക ഗവേഷണ കേന്ദ്രങ്ങൾ, ഓഫീസ് നിർവഹണ വിഭാഗങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതായിരിക്കും പുതിയ ക്യാമ്പസ്. പരിസ്ഥിതി സുസ്ഥിരത, പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ, കാര്യക്ഷമമായ ഊർജ്ജ ജല ഉപയോഗ, ഗതാഗത സൗകര്യം, നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസാണ് ഒരുങ്ങുന്നതെന്ന് നാഷണൽ യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ പി മുഹമ്മദ് അലി ചടങ്ങിൽ വ്യക്തമാക്കി. ഒമാന്റെ തനിമയും ആഗോള നിലവാരത്തിലുള്ള ആധുനിക വാസ്തുവിദ്യയും സമന്വയിപ്പിച്ചാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്യുന്നത്. വൈസ് ചാൻസലർ അലി ബിൻ സൗദ് അൽ ബീമാനി ഭവന നഗര ആസൂത്രണ മന്ത്രാലയത്തിലെ ഫ്യൂച്ചർ സിറ്റീസ് പ്രൊജക്ടുകൾക്കായുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ എഞ്ചിനീയർ നാസർ ബിൻ സുലൈമാൻ അൽ ഹദ്രം, ഡെപ്യൂട്ടി വൈസ് ചാൻസലർ ഡോക്ടർ സാലം ബിൻ ഗാമിസ് അൽ അറൈമി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ഒമാൻ.